നമസ്കാരം. പ്രധാന വാർത്തകൾ. ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ. ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. രാവിലെ 9 മണി മുതലാണ് യോഗം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച ജില്ലാ ഘടകത്തിന്റെ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ചയാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തും. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. പ്രഭാരി പ്രകാശ് ജാവേദ്കറിന്റെ സാന്നിധ്യത്തിലാകും യോഗം. നേരത്തെ 7, 8 തീയതികളിൽ ചേരാനിരുന്ന നേതൃയോഗം മാറ്റിവെച്ചിരുന്നു. പാലക്കാട്ടെ ദയനീയ തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിക്കുള്ളിലുണ്ടായത് വലിയ പൊട്ടിത്തെറിയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ചർച്ച ഒഴിവാക്കാനാണോ നേതൃത്വത്തിന്റെ നീക്കമെന്ന് സുരേന്ദ്രൻ വിരുദ്ധചേരി സംശയിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ രൂക്ഷമായി വിമർശിച്ച ശിവരാജനും പാലക്കാട് നഗരസഭാ അധ്യക്ഷനുമെതിരെ നടപടിയെടുക്കാത്തതും രോഷം തണുപ്പിക്കാനായിരുന്നുവെന്ന് നേതാക്കൾ കരുതുന്നു. കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസ്, ഒരാൾ അറസ്റ്റിൽ. കണ്ണൂർ പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. കനാൽക്കരയിൽ സ്വദേശി വിപിൻ രാജാണ് അറസ്റ്റിലായത്. 24 വയസ്സായിരുന്നു. ഇയാൾ CPM അനുഭാവിയാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ആദർശ് എന്നയാൾക്കും പങ്കുണ്ടെന്നും ഇയാൾ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. പ്രിയദർശിനി സ്മാരക മന്ദിരം ആൻഡ് CV കുഞ്ഞിക്കണ്ണൻ സ്മാരക റീഡിംഗ് റൂം കെട്ടിടമാണ് ശനിയാഴ്ച പുലർച്ചെ തകർത്തത്. ജനൽച്ചില്ലുകൾ തകർത്ത് വാതിലിന് തീയിട്ടിരുന്നു. എന്നാൽ തീ കാര്യമായി പടർന്നില്ല. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെട്ടിയ തോരണങ്ങളും നശിപ്പിച്ച നിലയിലായിരുന്നു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. സ്കൂളിലെത്തിയ കുട്ടികളെ തിരികെ അയച്ചു. സ്കൂളുകൾക്ക് വീണ്ടും ബോംബ് ഭീഷണി. 2 സ്കൂളുകൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഡൽഹി RK പുരത്തെ DPS സ്കൂളിനും പശ്ചിമ ബിഹാറിലെ GD ഗോയങ്ക സ്കൂളിനുമാണ് സന്ദേശം ലഭിച്ചത്. രാവിലെ 6:15-നാണ് സന്ദേശം ലഭിക്കുന്നത്. ഭീഷണി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ 2 സ്കൂളുകളിലും കുട്ടികളെ തിരികെ അയച്ചു. ഡ്രൈവർക്ക് ഹൃദയാഘാതം. നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് അപകടം. ഒരാൾ മരിച്ചു. മലപ്പുറം വട്ടപ്പാറ ചെങ്കൽക്കോറയിൽ അപകടം. ഡ്രൈവർക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് ഒരാൾ മരിച്ചു. കൊളത്തോൾ സ്വദേശി മൊയ്തീൻകുട്ടിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ലോറി ഡ്രൈവർ മുജീബ് റഹ്മാനും മരിച്ചിരുന്നു. വിധിയുടെ വിളയാട്ടത്തിൽ ഒറ്റയ്ക്കായവൾ. ചൂരൽമലയിലെ ശ്രുതി ഇന്ന് തുടക്കം കുറിക്കുന്നത് ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്. വയനാട് ഉരുൾപൊട്ടലിൽ കുടുംബത്തെ ഒന്നാകെ നഷ്ടപ്പെട്ട ശ്രുതി ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കും. വയനാട് കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിലെ ക്ലർക്കായാണ് ശ്രുതി സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്യുന്നത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടമായിരുന്നു. പിന്നീടുണ്ടായ വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനും കൊല്ലപ്പെട്ടു. ഈ വാഹനാപകടത്തിൽ ശ്രുതിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വിധി വളരെ ക്രൂരമായി പെരുമാറിയ യുവതിക്ക് ആശ്വാസമായാണ് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്.